ഹായ്, വെൽക്കം ടു സ്കൂളിൽ ബൈ പച്ചവെള്ളം. വെക്കേഷനൊക്കെ കഴിഞ്ഞു അല്ലേ? ഇനി 9th-ലല്ല, ഇനി 10th-ലാണ് നിങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മുടെ വെക്കേഷൻ ബാച്ചുകളൊക്കെ കഴിഞ്ഞു. ഇനി 10th-ലേക്ക് വരുന്ന 8th to 10th വരെയുള്ള സ്റ്റുഡൻസിനായിട്ട് പ്രത്യേകം ഒരു ബാച്ച് ഉണ്ട്. ഇറ്റ് ഈസ് May 24th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ 6th to 7th വരെയുള്ള സ്റ്റുഡൻസിന് May 26th മറ്റൊരു ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെയൊക്കെ റെക്കമെൻഡ് ചെയ്യാം, ഇതിൽ പോയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മളെ ഓരോ ക്ലാസ്സുകൾ, ഓരോ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ക്ലാസ്സുകളെല്ലാം പോയി കാണാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അത് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കുറച്ച് മുമ്പേ നമ്മൾ എടുത്തൊരു ടോപ്പിക്കായിരുന്നു. പോളിനോമിയൽ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ടില്ല എങ്കിൽ നിങ്ങൾ ആദ്യം ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ പോയി കാണുക കേട്ടോ. ദെൻ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇന്ന് എടുക്കുവാണ്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിനോമിയൽ ആയിരുന്നു നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ പോളിനോമിയലിനെ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ടേംസിൻ്റെ ബേസ് ചെയ്തിട്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു ക്ലാസിഫൈ ചെയ്തത്? ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് ക്യൂബിക് പോളിനോമിയൽ. അതുപോലെ ടേംസിനെ ബേസ് ചെയ്തിട്ട് മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. മോണോമിയൽ എന്ന് പറഞ്ഞാൽ 1 ടേം, ബൈനോമിയൽ 2 ടേം, ട്രൈനോമിയൽ 3 ടേം അല്ല, ഇങ്ങനെയല്ലായിരുന്നു ക്ലാസിഫൈ ചെയ്തത്. ഇത് ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർ പെട്ടെന്ന് പോയി ആ വീഡിയോ കാണാം, ഫസ്റ്റ് പാർട്ട് കാണാം, എന്നിട്ട് ഈ സെക്കൻഡ് പാർട്ടിൽ കാണാം കേട്ടോ. സെക്കൻഡ് പാർട്ട് കാണാം. സോ ഇതിന് നെക്സ്റ്റ് വരുന്നത് സീറോസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൽ സീറോ, അതായത് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. ദാറ്റ് ഈസ് x-1. ഇതൊരു പോളിനോമിയലാണ്. ഈ പോളിനോമിയലിൽ എക്സിൻ്റെ വാല്യൂ ഞാൻ 1 കൊടുത്തു, x = 1 കൊടുത്തു. എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? 1 - 1 എന്താണ് 1 - 1? 0 ആയിട്ട് മാറി അല്ലേ? അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 കൊടുക്കുന്ന സമയത്ത് ദ കംപ്ലീറ്റ് ഇക്വേഷൻ 0 ആയിട്ട് മാറി. അപ്പോൾ ഇത് തന്നെയാണ് സീറോസ് എന്ന് പറഞ്ഞാൽ. എക്സിൻ്റെ വാല്യൂ എന്ത് കൊടുക്കുമ്പോഴാണോ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ 0 ആയിട്ട് മാറുന്നത്, ആ എക്സിൻ്റെ വാല്യൂവിനെയാണ് 0 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ നോർമലി പറയുന്ന ഈ 0 അല്ല, എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ പറയുന്നത്. എക്സിൻ്റെ വാല്യൂ ആണ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, ദ വാല്യൂ, അപ്പം നോക്കി ഡെഫിനിഷൻ നോക്കി. ദ വാല്യൂ ഓഫ് വേരിയബിൾ ഫോർ വിച്ച് ദ പോളിനോമിയൽ ബിക്കം 0 ഈസ് കോൾഡ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, ഇനി ഒരു ജനറൽ ഫോം ax + b. ഇത് എന്തിൻ്റെ ജനറൽ ഫോമാണ്? ഓൾറെഡി നമ്മൾ പഠിച്ചു, ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം അല്ലേ, ax + b. ഈ ഒരു ജനറൽ ഫോം ax + b എന്ന് പറയുന്ന പോളിനോമിയലിൽ എക്സിൻ്റെ വാല്യൂ k കൊടുത്തു കഴിഞ്ഞാൽ ak + b = 0 ആയിരിക്കും. ഓക്കെ, ak + b = 0, ദെൻ k = -b/a. അതായത് വേറൊരു പോളിനോമിയൽ 2x + 3. ഓക്കെ, ഈ പോളിനോമിയലിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, അതായത് 0 ഫൈൻഡ് ചെയ്യണം. ഇതൊരു ലീനിയർ പോളിനോമിയൽ അല്ലേ? അപ്പോൾ ഇവിടെ 0 ഫൈൻഡ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? 2x + 3 = 0 ചെയ്യാം. ഓക്കെ, 2x + 3 = 0, ദെൻ 2x = -3, x = -3/2 അല്ലേ? എക്സിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിരിക്കുന്നത് -3/2 ആണ്. സോ ദാറ്റ് മീൻ ചെയ്യുന്നത് സീറോ ഓഫ് ദ പോളിനോമിയൽ 2x + 3 is -3/2. ക്ലിയർ ആയോ? എക്സിൻ്റെ വാല്യൂ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴാണോ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ 0 വരുന്നത്, ആ വാല്യൂനെയാണ് എന്ത് പറയുന്നത്? Zero of the polynomial. Hence, zero of the linear polynomial ax + b is -b/a. Okay, അതായത് constant term divided by coefficient of x. Constant term divided by coefficient of x. ഇതൊരു ലീനിയർ പോളിനോമിയൽ. ഇവിടെ കോൺസ്റ്റന്റ് ടേം എന്താണ്? ഇതാണ്, 3 ആണ്. മൈനസ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ ദ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്, ഇറ്റ് ഈസ് 2. ക്ലിയർ ആയില്ലേ? -3/2 ആണ് ഇവിടുത്തെ 0. അതേപോലെ ഒരു എക്സാമ്പിൾ നോക്കി, കൺസിഡർ p of x = x + 2.
ഫൈൻഡ് സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. അപ്പോൾ ഇവിടെ എക്സിന് എക്സ് ഇസ് ഈക്വൽ ടു -2 കൊടുത്തു കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് ഇക്വേഷൻ 0 ആയിട്ട് മാറി. അപ്പോൾ -2 ആണ് ഇവിടുത്തെ 0. ഇത് കിട്ടാൻ എന്താ ചെയ്തത്? എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 കൊടുത്തു. എക്സ് ഇസ് ഈക്വൽ ടു -2. ഓക്കെ, ഇങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയോ? എന്താണ് 0, എങ്ങനെയാണ് സീറോസ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചോ? എ റിയൽ നമ്പർ ആൽഫ is a zero of a polynomial f of x if f of alpha is equal to 0. ഒന്നുമില്ല, ഇറ്റ് ഇസ് ആൽഫയാണ് 0 എങ്കിൽ ഓക്കെ, എന്താണ് f of alpha 0 ആയിരിക്കും. ഓക്കെ, ആൽഫ നമ്മൾ പറഞ്ഞു 1 ആണ് 0 എങ്കിൽ എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു 1 അപ്ലൈ ചെയ്ത സമയത്ത് 1 - 1 0 ആവുന്നു അല്ലേ? അപ്പോൾ എഫ് ഓഫ് 1 0 ആയിരിക്കണം. അതാണ് മീൻ ചെയ്യുന്നത്. ആൽഫ 0 ആണെങ്കിൽ എഫ് ഓഫ് ആൽഫ 0 ആയിരിക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് -6x² plus 11x minus 6. Okay, 6x cube minus 6x² plus 11x minus 6. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ it is 2³ minus 6 into 2 square plus 11 into 2 minus 6. ഇതിൻ്റെ കംപ്ലീറ്റ് ആൻസർ എന്താ വരുന്നത്? ഇറ്റ് ഈസ് 8 minus 6 into 2 square എന്ന് പറഞ്ഞാൽ 6 into 4 24 plus 22 minus 6. ഓക്കെ, 24 plus 22 minus 6 that's equal to, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരുന്നത്? ഇറ്റ് is 0. ഓക്കെ, hence 2 is the 0 of this polynomial. ക്ലിയർ ആയോ? The number of zeros of a polynomial is the degree of the polynomial. Okay, therefore the quadratic polynomial has 2 0 and cubic polynomial 3 0. ഓക്കെ, അതായത് ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്പർ ഓഫ് സീറോസ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ എന്തായിരിക്കും? 2 zeros. അതേപോലെ ക്യൂബിക് പോളിനോമിയൽ ആണെങ്കിൽ 3 zeros ആയിരിക്കും. ക്ലിയർ ആയോ? ഈ എന്താണ് സീറോസ്, എങ്ങനെയാണ് സീറോസ് ഫൈൻഡ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചോ? ഇതിൽ എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? യെസ്. ഇനി വരുന്നത് ജോമെട്രിക്കൽ മീനിങ് ഓഫ് എ സീറോ ഓഫ് എ പോളിനോമിയൽ. ജോമെട്രിക്കൽ മീനിങ്. അപ്പോൾ എന്താണ് ജോമെട്രിക്കൽ മീനിങ് ഓഫ് എ സീറോ ഓഫ് എ പോളിനോമിയൽ? ഇവിടെ നോക്കി, ലീനിയർ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു, ലീനിയർ പോളിനോമിയൽ പഠിച്ചു. ഇങ്ങനെ ലീനിയർ പോളിനോമിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലൈൻ ax + b, ഇതായിരുന്നു ഒരു ലൈൻ്റെ ഇക്വേഷൻ അല്ലേ? ഒരു ലൈൻ്റെ ഇക്വേഷൻ, ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ്റെ ഇക്വേഷനാണ്. ഇവിടെ a0 ആവാൻ പാടില്ല. ഒരു ലൈൻ്റെ ഇക്വേഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. വിച്ച് ഇൻ്റർസെക്റ്റ് എവിടെയുണ്ട്? എക്സ് ആക്സിസ് എക്സാക്ട്ലി 1 point. ഓക്കെ, വിച്ച് ഇൻ്റർസെക്റ്റ് എക്സ് ആക്സിസ് എക്സാക്ട്ലി 1 point, നെയിംലി -b/a 0. ഓക്കെ, നമ്മളിവിടെ -b/a പറഞ്ഞത് എന്തായിരുന്നു? 0 ഓഫ് ദ പോളിനോമിയൽ, അതായത് എക്സിൻ്റെ വാല്യൂ, എക്സ് കോർഡിനേറ്റ് -b/a ആണ് അല്ലേ? എക്സിൻ്റെ വാല്യൂ അതായത് 0 ആണ്. ഈ പോളിനോമിയലിലെ 0 ആണ് -b/a. അത് തന്നെയാണ് എക്സിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ്. ഓക്കെ, എക്സ് കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് y കോർഡിനേറ്റ് 0 ആയിരിക്കും. ദെൻ ഈ ഒരു ലീനിയർ പോളിനോമിയൽ എക്സ് ആക്സിസിൽ ഈ പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? ഈ പോയിന്റ് ആണ് എന്ത്? ദാറ്റ് ദ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്. ഓക്കെ, ഗ്രാഫ് ഇൻ്റർസെക്റ്റിംഗ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ്. ഓക്കെ, therefore the linear polynomial ax plus b a not equal 0 has exactly 1 0, namely x coordinate of the point where the graph of y is equal to ax plus b intersect the x axis. Clear ആയോ ഇത്? ഓക്കെ അല്ലേ? The graph of y is equal to 2x plus 3. 2x minus 3. Okay, the graph of y is equal to 2x minus 3. 2x minus 3 എന്ന് പറയുന്ന ഒരു ഗ്രാഫ്.
സോ ഈ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നത്? എക്സിൻ്റെ വാല്യൂ x=0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ y കോർഡിനേറ്റ് എന്തായിരിക്കും? y=3 ആയിരിക്കും. അതായത് 0, 3 കോർഡിനേറ്റ് എടുക്കാം. അതേപോലെ നെക്സ്റ്റോ y=0 ആണെങ്കിൽ x=-3/2. ഓക്കെ, ഈ രണ്ട് കോർഡിനേറ്റ് നമുക്ക് യൂസ് ചെയ്യാം. എന്തൊക്കെയായിരുന്നു? 3/2, 0. അതേപോലെ എന്താ വരുന്നത്? 0, 3. ഈ കോർഡിനേറ്റ് യൂസ് ചെയ്ത് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാം. ഇത് എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്? എക്സ് ആക്സിസ് ഒരു ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തായാലും 2 പോയിന്റ്സ് വേണം. ഓക്കെ, ഇങ്ങനെ 2 പോയിന്റ്സ്, അതായത് 2 പോയിന്റ്സ് ആണ് 0, 3യും അതേപോലെ 3/2, 0യും. ഇങ്ങനെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലാണ് ടച്ച് ചെയ്യുക? ദാറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ് വരുന്ന -3/2, 0 എന്ന് പറയുന്ന ഈ പോയിന്റിലായിരിക്കും ടച്ച് ചെയ്യുന്നത് അല്ലേ? 3/2, 0 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? അതായത് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഗ്രാഫ് ഇതായിരിക്കും. 0, 3 എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് എക്സ് ഇവിടെയായിരിക്കും വരുന്നത്. ഇറ്റ് ഈസ് 0, 3. ഓക്കെ, അതേപോലെ 3/2, 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. ഇറ്റ് ഈസ് 1.5. സോ 3/2, 0 ജസ്റ്റ് കൺസിഡർ ചെയ്തു. അതായത് നമ്മുടെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, സോ ഈ പോയിന്റ് ആണെന്ന് കൺസിഡർ ചെയ്യാം. ദെൻ ഇങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫിൽ എക്സ് പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാ? ഇവിടെയല്ലേ? സോ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എക്സ് ആക്സിസിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ്. ഇതാണ് ഇതിൻ്റെ 0. ഓക്കെ, 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയൽ, ഈ ഒരു ലീനിയർ ലൈനിൽ, ഈ ലീനിയർ പോളിനോമിയൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. 3/2, 0 എന്ന് പറയുന്ന കോർഡിനേറ്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അവിടെ എന്താണ്? 3/2 ആണ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 3/2 ആണ്. സോ 3/2 ആണ് ഇവിടുത്തെ 0 ഓഫ് ദിസ് പോളിനോമിയൽ. ക്ലിയർ ആയോ? ഈ 3/2 എന്ന് പറയുന്ന വാല്യൂ ആണ് എന്ത്? 0 ഓഫ് ദിസ് പോളിനോമിയൽ. ഇതൊരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ലീനിയർ പോളിനോമിയലിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാം. ക്ലിയർ? ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വരുന്നത് ഫോർ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇൻ ജനറൽ ഫോർ എനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² + bx + c a0 = 0. ഇവിടെയും ഞാൻ പറഞ്ഞു എ ടേം 0 ആവാൻ പാടില്ല. എന്താ റീസൺ? x² ടേം കംപ്ലീറ്റ്ലി ഇല്ലാതാവും. അപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണെങ്കിൽ അതിന് എക്സിൻ്റെ പവർ 2 ആയിരിക്കണം. സോ ദ കോഎഫിഷ്യൻ്റ് ഓഫ് x² 0 ആവാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും ax² + bx + c a0 = 0 എന്ന് പ്രത്യേകം പറയുന്നത്. ഓക്കെ, ദ ഗ്രാഫ് ഓഫ് കറസ്പോണ്ടിങ് ഇക്വേഷൻ ax² + bx + c ഹാസ് വൺ ഓഫ് 2 ഷേപ്സ്, either open upward curve or open downward curve, depending on the whether a greater than 0 or a less than 0. These curves are called parabolas. ഓക്കെ, അതായത് ഈ ഗ്രാഫ് വരുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും. ഇത് ഗ്രാഫ് വരുന്നത് ഇങ്ങനെ. ഇതാണ് ഗ്രാഫ്. ഇതാണ് പരാബോള ഷേപ്പ്. ഇതിങ്ങനെ എക്സ് ആക്സിസിൽ 2 പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത് രണ്ടുമാണ് എക്സ് ആക്സിസ്. ഇതിൻ്റെ 0 എന്ന് പറയുന്നത് ഈ 2 പോയിന്റ്സ് ആണ്. ഇങ്ങനെ ഈ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ്, ഓക്കെ, സീറോസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നോക്കി കേസ് 1, കേസ് 2, കേസ് 3. ഇവിടെ ഫസ്റ്റ് കേസ് പറഞ്ഞിരിക്കുന്നത് the graph cut x-axis at 2 distinct points. The x-coordinate of the quadratic equation ax² + bx + c have 2 zeros in this case. അതായത് ഞാൻ നേരത്തെ വരച്ച പോലെയുള്ള ഫിഗർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്ന പോലെ ഇതേപോലെ വരാം. സോ ഈ ഗ്രാഫ് വേണമെങ്കിൽ ഇങ്ങനെ വരാം, 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്ന പോലെ. സോ ഇത് ഇങ്ങനെ വരാം. ഓക്കെ, ഇതേപോലെ 2 പോയിന്റിൽ ഇത് എക്സ് ആക്സിസിൽ എത്ര പോയിന്റിൽ ടച്ച് ചെയ്തു? ഇവിടെ 2 പോയിന്റിൽ ടച്ച് ചെയ്തു. ഓക്കെ, സോ ഇവിടെയും അതേപോലെ 2 പോയിന്റിൽ ടച്ച് ചെയ്തു. ഇതാണ് 2 പോയിന്റ്. ഇവിടെയും നോക്കി 2 പോയിന്റിൽ ടച്ച് ചെയ്തു.
ഓക്കെ, ഇതേപോലെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് എത്ര സീറോസ് ഉണ്ടായിരിക്കും? ഹാവ് 2 zeros in this case. ഓക്കെ, 2 zeros. Then case 2 എന്താ പറയുന്നത്? The graph cut x-axis at exactly one point. ഓക്കെ, ഒരേ ഒരു പോയിന്റിലാണ് കട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഓക്കെ, ടച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ the x coordinate of the quadratic polynomial ax square plus bx plus c have only 1 0 in this case. അതായത് ഫിഗർ എങ്ങനെയാ വരിക? ഇതേപോലെ ജസ്റ്റ് ഒരു സിംഗിൾ പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തു. ഇങ്ങനെയാണെങ്കിൽ, ഈ പോയിന്റ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? 1 0 ആയിരിക്കും വരുന്നത്. ഓൺലി 1 0. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ്, ദ ഗ്രാഫ് കംപ്ലീറ്റ്ലി എബോവ് എക്സ് ആക്സിസ് or below x-axis, the quadratic polynomial ax square plus bx plus c have no zero in this case. Okay, ഇതേപോലെ എബോ ആണ് വരുന്നതെങ്കിൽ ഇവിടെ സീറോസ് ഉണ്ടായിരിക്കില്ല, ബിലോ ആണ് വരുന്നതെങ്കിലും സീറോസ് ഉണ്ടായിരിക്കില്ല. എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല എങ്കിൽ, ഓക്കെ, ബിലോ എന്നല്ല, ജസ്റ്റ് എക്സ് ആക്സിസിനെ ഇതേപോലെ ടച്ച് ഈ പോയിന്റിൽ ടച്ച് ചെയ്തില്ല എങ്കിൽ അവിടെ സീറോ ഇല്ല എന്നാണ് മെയിൻ ചെയ്യുന്നത്. ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് അവിടെ എന്ത് പറയുന്നത്? സീറോൻ്റെ എത്ര പോയിന്റിനാണ് ടച്ച് ചെയ്തതിനെ അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് സീറോസ് ഉണ്ടെന്ന് പറയാം. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഇതിൽ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആണ്, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 3 വരുന്ന സമയത്ത് നമുക്ക് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, എല്ലാം ക്ലിയർ ചെയ്ത് നെക്സ്റ്റ് പാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യണം. ഇത് നമ്മൾ ഗ്രൂപ്പിൽ നിങ്ങളിത് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരും മറക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാം. സോ നെക്സ്റ്റ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ദ പോളിനോമിയൽ. ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.